ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ മാറാൻ, അല്ലെങ്കിൽ ഈ ലൈംഗികതയിൽ പുരുഷന്റെ സമയം കൂട്ടാൻ, ടൈമിംഗ് കൂട്ടാൻ ഇത് കഴിക്കൂ, ഈ വയഗ്ര പോയിട്ടുള്ള സംഭവങ്ങൾ കഴിക്കുന്ന ആളുകളും ഉണ്ട്. അപ്പൊ അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ആക്ച്വലി പലർക്കും അറിയില്ല, ഇറക്ടൈൽ ഡിസ്ഫങ്ഷനും സമയം കൂട്ടലും രണ്ടും രണ്ടാണ്. ഓ, ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ആവശ്യത്തിനുള്ള ഇറക്ഷൻ കിട്ടാത്തൊരവസ്ഥ. അതായത് പെനീസിന് ആവശ്യത്തിനുള്ള ഇറക്ഷൻ കിട്ടുന്നില്ല എന്ന അവസ്ഥ. സമയം കൂട്ടാന്ന് പറഞ്ഞാൽ രണ്ടും പേര്, അത് പ്രീമച്ചർ ഇജാക്കുലേഷൻ ആണ്. ശീക്കർ സ്ഖലനമുള്ളവരിലാണ് സമയത്തിന്റെ ആയ പ്രോബ്ലം ഉണ്ടാകുന്നത്. രണ്ടിന്റെയും റൂട്ട് കോസ് വേറെയാണ്. ഓക്കെ. പെർഫോമൻസ് ആങ്സൈറ്റി അല്ലെങ്കിൽ ഫിയർ, ഇങ്ങനെ മെനി ഘടകങ്ങൾ ഉണ്ടെങ്കിലും ഈ പ്രീമച്ചർ ഇജാക്കുലേഷന്റെ കാരണങ്ങൾ പലതാണ്. എസ്പെഷ്യലി ചിലപ്പോൾ അവരുടെ കിഗൽ, അതായത് പി സി മസിൽ ഉണ്ട്, ആ പി സി മസിൽ സ്ട്രോങ് അല്ലാതെ ഈ പെൽവിക് ഫ്ലോർ മസിലുകളുണ്ട്, അതിൻ്റെ ബലക്കുറവായിരിക്കാം ഒരു കാരണം. ഹാബിറ്റുകളായിരിക്കാം. അതായത് മാസ്റ്റുവേഷൻ ചെയ്ത് ശീലമുള്ള ഒരു വ്യക്തിക്ക് പെട്ടെന്ന് പ്ലഷർ കിട്ടാൻ ബ്രെയിനെ പ്രോഗ്രാം ചെയ്ത് വച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ അതേ ബ്രെയിൻ സെക്സിൽ ഏർപ്പെടുമ്പോഴും ഇതേ ടെൻഡൻസി കാണിക്കുകയും പെട്ടെന്ന് ഇജാക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വരികയും ചെയ്യുന്നുണ്ട്. അതുപോലെ അമിതമായിട്ടുള്ള എന്തെങ്കിലും സ്ട്രെസ്, ടെൻഷൻ, ഇതെല്ലാം തന്നെ ഇതിന് കാരണങ്ങളാണ്. നമ്മൾ അവരുടെ ആവശ്യം അറിഞ്ഞിട്ട് വേണം മെഡിസിൻ ഉപയോഗിക്കുന്നത്. ഒരു സമയം കിട്ടാനുള്ള മെഡിസിനും ഇറക്ഷൻ്റെ മെഡിസിനും രണ്ടും രണ്ടാണ്. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് ഇറക്ഷൻ പ്രോബ്ലം ഉള്ളവർക്ക് അതെല്ലാവർക്കും ആവശ്യമില്ലെന്ന് പല ചെറുപ്പക്കാരും ഇത് മേടിച്ച് കഴിക്കുന്നുണ്ട്. ഇത് ശരിക്കും അതിന് ഒത്തിരി സൈഡ് എഫക്റ്റ് ഉണ്ടെന്ന് ഇവർ അറിയുന്നില്ല. പ്രോബ്ലം ഇല്ലാത്ത ഒരാൾക്ക് വയാഗ്ര പോലത്തെ മെഡിസിൻ്റെ ആവശ്യമില്ലെന്നുള്ളതാണ്. പ്രോബ്ലം ഉള്ളവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പ്രായമുള്ളവർക്ക്, ഈ ഡയബറ്റീസ് ഒക്കെ ക്രോണിക് ആയിട്ടുള്ളവർക്ക്, സ്മോക്കിങ്ങിന് പ്രോബ്ലം ആയിട്ടുണ്ട്, അവരുടെ അങ്ങോട്ടുള്ള വെസലുകൾ നാരോ ആയിട്ട് പോയിട്ട് സർക്കുലേഷൻ പ്രോബ്ലം ഉള്ളവർക്ക്, ഇവർക്കൊക്കെയാണ് ഈ വയാഗ്ര പോലത്തെ മെഡിസിൻ കൊടുക്കുന്നത്. ഈ വയാഗ്ര കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക, നൈട്രിക് ഓക്സൈഡാണ് അത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. നമ്മുടെ ശരീരത്തിലേക്ക് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാണ്. അപ്പോൾ ഒരു ബ്ലഡ് ഫ്ലോ റഷ് ചെയ്യാണ്. അതിൽ ഉപയോഗിക്കുന്നത് സിഡ്നാഫിൽ എന്ന് പറഞ്ഞൊരു കണ്ടന്റാണ്. അത് തന്നെ പല ഡോസ് ഉണ്ട്. മിക്കവരും അതിൻ്റെ 100 മേടിച്ച് പലതവണ കഴിക്കും. അതൊരു ദിവസത്തിൽ ഒരു പ്രാവശ്യത്തിൽ കൂടുതൽ കഴിക്കാൻ പാടില്ല. അത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റ് ഭയങ്കരമായ തകരാറുകൾ വേറെയുണ്ട്. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു യൂറോളജിസ്റ്റോ അങ്ങനെ ഒരു ന്യൂറോളജിസ്റ്റോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡോക്ടേഴ്സിന് മാത്രമേ അത് പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. വേറൊരു മെഡിസിൻ്റെ തഡാഫിൽ എന്ന് പറഞ്ഞിട്ട്, അത് തന്നെ അത് വളരെ ചെറിയ ഡോസ് ചിലപ്പോൾ ഡോക്ടർമാർ കൊടുക്കായിരിക്കും, 2 mg മുതൽ. പക്ഷെ മിക്കവരും മേടിക്കുന്നത് 20 mgയുടെ മെഡിസിനാണ്. ഇനി ആയുർവേദത്തിൻ്റെ ലേബലിൽ ഇറങ്ങുന്ന മെഡിസിൻസ്, അതിലൊക്കെ കുറേ ഈ മിനറൽസ് അടങ്ങിയിട്ടുണ്ട്. അത് വളരെ കിഡ്നിക്കും ലിവറിനൊക്കെ ഡാമേജ് കൊടുക്കുന്ന സാധനങ്ങളാണ്. ഇതിൻ്റെ ഉപയോഗം എന്തെന്നേ അറിയാതെ പരസ്യം കണ്ട് മേടിക്കുന്നവരെല്ലാം പിന്നീട് പെടുന്നതായിട്ട് വരുന്നുണ്ട്. പിന്നീട് മെഡിസിൻ കഴിച്ചാൽ പോലും ഇറക്ഷൻ കിട്ടാത്തൊരവസ്ഥയും മറ്റ് ഫിസിക്കലായിട്ട് ഒത്തിരി ഡാമേജുകളിലേക്ക് അവരെത്തുന്നത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതൊരിക്കലും അഡ്വൈസ് ചെയ്യുന്നില്ല. അവരുടെ റൂട്ട് കോസ് എന്തെന്ന് കണ്ടെത്തി അത് പരിഹരിക്കുകയാണ് വേണ്ടത്.